ചാറ്റൽ മഴ, മഞ്ഞ്, കുളിർക്കാറ്റ്. ഗോപാൽസ്വാമിപേട്ടയെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇതൊക്കെയാണ്. ഇന്നീ കുന്നിൻ മുകളിലെ കാലാവസ്ഥയ്ക്ക് രൗദ്രഭാവമാണ്. തുള്ളിക്കൊരു കുടം കണക്കെ പെയ്തിറങ്ങുന്ന മഴ, വൻമരങ്ങളെ കടപുഴക്കുമെന്ന് തോന്നിച്ച കാറ്റ്, കുന്നുകയറിയവരെല്ലാം അടിമുടി നനഞ്ഞു. ആർത്തുപെയ്യുന്ന മഴയിലലിഞ്ഞ് പ്രകൃതിയെ തൊട്ട് സംസാരിച്ച് ഒരു പകൽ പിന്നിടുന്നു. കേരളത്തിൽ കാലവർഷം ആരംഭിച്ച ദിവസമാണ് ഗോപാൽസ്വാമിപേട്ടയിലേക്കുള്ള യാത്ര പോയത്. ഞൊടിയിടയിൽ ഋതുഭേദങ്ങൾ മാറിമറിയുന്ന കുന്നിൻ മുകളിലേക്ക്, ദിവസവും ആയിരങ്ങൾ വന്നു മടങ്ങുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക്, സദാസമയവും വീശിയടിക്കുന്ന കാറ്റ്, ചിലപ്പോൾ മഞ്ഞ്, വെയിൽ, മഴ, അങ്ങനെ പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇവിടെ പ്രകൃതി. വയനാട്ടിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നാണ് ഗുണ്ടൽപേട്ട്. കാർമേഘമൊഴിയാത്ത വയനാടിൻ്റെ ആകാശം കടന്ന് അതിർത്തിക്കപ്പുറത്തേക്ക് ഞങ്ങളുടെ യാത്ര തുടങ്ങി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒപ്പം കൂടി മഴ. കാടിന് നടുവിലൂടെയുള്ള യാത്ര പുരോഗമിക്കവേ എവിടെയോ വെച്ച് മഴ പിൻവാങ്ങി. അതിർത്തി കടക്കുമ്പോൾ തെളിഞ്ഞ നീലാകാശം ഗുണ്ടൽപേട്ടിലേക്ക് സ്വാഗതം നേടി. തോരാമഴയിൽ നിന്ന് ഈ തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഒരു സുഖം. ഗുണ്ടൽപേട്ടാണ് ഈ പരിസരത്തെ പ്രധാന ടൗൺ. ഹോട്ടലുകളും താമസ സൗകര്യവും പെട്രോൾ പമ്പും ATM-ഉം എല്ലാം ഉള്ളത് ഇവിടെയാണ്. ഭക്ഷണം കഴിച്ച് ഗോപാൽസ്വാമിപേട്ടയിലേക്കുള്ള യാത്ര തുടങ്ങി. ഗ്രാമപ്രദേശത്തു കൂടിയുള്ള യാത്രയിൽ ചെറിയ കടകൾ മാത്രമാണ് ഉള്ളത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് ഗോപാൽസ്വാമിപേട്ട. സമുദ്രനിരപ്പിൽ നിന്ന് 4770 അടി ഉയരമുള്ള ഇവിടെ എത്തിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ പേമാരി പെയ്ത്താണ്. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും പച്ചക്കറികളും വിളയുന്ന വയലുകൾ അങ്ങകലെ. കൃഷി ജീവനാഡിയായ അതിർത്തി ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലൂടെ ഗോപാലസ്വാമിയുടെ മണ്ണിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. കുന്നിൻ ചുവട്ടിലെ ടിക്കറ്റ് കൗണ്ടർ വരെ സ്വന്തം വാഹനത്തിലാണ് യാത്ര. അവിടെ നിന്ന് അങ്ങോട്ട് KSRTCയുടെ ഷട്ടിൽ സർവീസുണ്ട്. വാഹനം പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കി. ടിക്കറ്റ് കൗണ്ടറിന് മുൻപിൽ വലിയ ക്യൂ. 100-300 ആളുകൾ കാണും. യാത്ര ചെയ്യുന്നവരെല്ലാം ക്യൂവിൽ നിൽക്കണം. മുകളിലേക്കുള്ള യാത്രക്കാരെല്ലാം വരിവരിയായി നിൽക്കുകയാണ്. കുന്നിൻ മുകളിലേക്കും തിരികെയുമുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെ മുതിർന്നവർക്ക് 70 രൂപയാണ് ചിലവ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ ടിക്കറ്റ് കിട്ടും. ക്യൂ വലുതാണെങ്കിലും പെട്ടെന്ന് മുന്നോട്ട് പോകും. ഒരു ബസ്സിൽ 50-ലധികം പേരാണ് പോകുന്നത്. ഇടവേളയില്ലാതെ ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചെറിയ ചാറ്റൽ മഴ. ഞങ്ങളുടെ ഊഴമെത്തി. മധ്യഭാഗത്തായി സീറ്റ് ഉറപ്പിച്ചു. സീറ്റുകൾ ഫില്ലായി. നിന്നു പോകാനും കുറച്ചുപേരെ കയറ്റി. വളഞ്ഞുപുളഞ്ഞ വഴിയിലൂടെ ബസ് കുന്നുകയറി തുടങ്ങി. പിന്നിട്ട വഴികളിലേക്ക് തിരികെ നോക്കുമ്പോൾ അങ്ങകലെയായി കൃഷിക്കായി ഒരുക്കിയിട്ട നിലങ്ങൾ കാണാം. കുന്നിൻ മുകളിലേക്ക് അടുക്കും തോറും മഞ്ഞും തണുപ്പും കാറ്റും കൂടി വന്നു. ഏതാണ്ട് 15 മിനിറ്റാണ് ബസ് യാത്ര. കുന്നിൻ മുകളിൽ
കോരിച്ചൊരിയുന്ന മഴ, മലമടക്കുകൾ താണ്ടിയെത്തുന്ന കാറ്റും കോടമഞ്ഞും. ചെരുപ്പഴിച്ചു വെച്ച് ക്ഷേത്രമുറ്റത്തേക്ക് കയറി. ആദ്യ മിനിറ്റിൽ തന്നെ ദേഹമാകെ നനഞ്ഞു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ മഴയിൽ അലിഞ്ഞങ്ങനെ നിന്നു. തണുത്തു വിറച്ച് ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ആളുകൾ അപ്പോഴും കുന്നുകയറി വന്നുകൊണ്ടേയിരുന്നു. കുട്ടികളെയും ഒപ്പം കൂട്ടിയവർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി തേടി. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നവർ, പ്രസാദം കഴിക്കുന്നവർ, സ്വർഗതുല്യമായ അനുഭൂതി വന്ന് പൊതിയുമ്പോൾ ആ നല്ല നിമിഷങ്ങൾ പകർത്തുന്നവർ. വീശിയടിക്കുന്ന കാറ്റിൽ മരച്ചില്ലകളും ഇലകളും പാറിപ്പറഞ്ഞു. പ്രകൃതിയിൽ അലിഞ്ഞ് 1.5 മണിക്കൂർ മലമുകളിൽ ചിലവിട്ടു. പിന്നെ തിരികെ ബസ്സിലേക്ക്. ദേഹം മുഴുവൻ നനഞ്ഞൊട്ടി തണുത്തു വിറച്ചാണ് മടക്കമെങ്കിലും ലോകം കീഴടക്കിയവരുടെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. 4:30 പ്രവേശന കവാടത്തിനരികിൽ ബസ് ഇറങ്ങി. അപ്പോഴും മലമുകളിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഒരു ചൂട് ചായയും കുടിച്ച് ഗോപാൽസ്വാമി ബേട്ടയോട് വിട പറഞ്ഞു.